ഹലോ ഇമ്രാൻ, നമ്മളെ ഓർക്കുന്നുണ്ടോ? ജയിലിലായിരിക്കുമ്പോൾ തന്നെ ആഴ്ചയിൽ 15 കോടി രൂപയുടെ ബിസിനസ് കൊടുക്കുന്ന ഒരു കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ട്. സപ്ലൈ ചെയ്യാൻ പറ്റും നിനക്ക് ചരക്ക്? അതിനെന്താ മുതലാളി, എത്ര വേണമെങ്കിലും കൊടുക്കാം. അവൻ ചോദിക്കുന്ന സ്റ്റഫാണ്, വെജിറ്റബിൾ പപ്സ് അല്ല. ഗോഡൌണിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പിന്നെന്തിനാ ടെൻഷൻ? ശരി, ഒരു കാര്യം ചെയ്യും. അവിടെ ഒരു പയ്യൻ വരും. അവൻ കറക്റ്റായിട്ട് സ്റ്റഫിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. അവൻ അയച്ചോളൂ. എന്താടോ ഒന്ന് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഈ റേഞ്ചിൽ സുഖിച്ച് ആഘോഷിച്ച് കിടക്കുകയാണ്. അത് സുഖിച്ചതല്ല സാർ, പക്ഷെ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. എന്തിനാ സാർ? ഫസ്റ്റ് ടൈം ഞാൻ ജയിലിലോട്ട് കാലു കുത്തിയപ്പോ പോലീസുകാർ പറഞ്ഞു കുനിഞ്ഞു നിൽക്കാൻ. ഞാൻ അവര് പറഞ്ഞതുപോലെ കുനിഞ്ഞു നിന്നു സാർ. ജോണി ജോണി, യെസ് പോലീസ് പപ്പ. സെല്ലിംഗ് ബ്രൗൺ ഷുഗർ? നോ പോലീസ് പപ്പ. ടെല്ലിംഗ് ലൈ? നോ പോലീസ് പപ്പ. ഓപ്പൺ യുവർ പാക്ക്. ജസ്റ്റ് എ മിനിറ്റ് പോലീസ് പപ്പ. ഹൗ ഈസ് ദ പോസ്? ടേക്ക് യുവർ പൊസിഷൻ. ഓക്കെ പോലീസ് പപ്പ. പിന്നാമ്പുറത്ത് കുത്തി. പിന്നെ എന്താ ബോസ് വിചാരിച്ചേ? കുനിച്ചേർത്തി ഉമ്മ തരാനാണെന്ന്. ഇത് ബോസിന്റെ അപ്പൂപ്പൻ തപസിരുന്ന തിരുസന്നിധിയാണ് ഇത്ര അഭിമാനത്തോടെ ഊരി കാണിക്കാൻ. അന്ന് തൊട്ട് ഞാൻ ഈ അവസ്ഥയിലായി സാർ. ഇരിക്കാനും പറ്റൂല, കിടക്കാനും പറ്റൂല, നിന്ന ഒടുക്കത്തെ വേദനയാണ്. എന്ത് ലോകമാണ് സാർ ഇത്? എന്നെ കുനിച്ച് നിർത്തിയിട്ട് ടക ടക ടകേന്ന് കുത്തി തന്നു സാർ. സാർ സാർ ഇത്രയൊക്കെ ഹെൽപ്പ് ഞാൻ ചെയ്തില്ല സാർ. ഇനിയെങ്കിലും എന്നെ വിട്ടയച്ചൂടെ സാർ, പ്ലീസ് സാർ, പ്ലീസ്. ഇങ്ങനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക മാപ്പ് സാക്ഷിയാക്കാൻ നിന്നെ ഞാൻ. തൽക്കാലം നീ ഇവിടെ ഗോതമ്പുണ്ട എന്നോട് സുഖിച്ചോ. അയ്യോ പ്ലീസ് സാർ, എന്നെ കൈവിടല്ലേ സാർ. സാറേ. ഹലോ സാർ. ഹലോ. നമ്മുടെ പഴയ ഡീലർ ജോണി വിളിച്ചിരുന്നു. നമുക്ക് അയാളൊരു നല്ല ഓഫർ മുന്നിൽ വെച്ചിട്ടുണ്ട്. വീക്കിലി 15 കോടി ബിസിനസ്. ജോണിയാ? അവൻ ജയിലിലല്ലേ ഉള്ളത്? ഇത്രയും നാൾ സൈലന്റ് ആയിരുന്ന അവൻ ഇത്ര പെട്ടെന്ന്? അവൻ അവിടെയുള്ള ആരോ കിട്ടിയിട്ടുണ്ടെന്നാ തോന്നണേ. ജോണി നമ്മുടെ ആളാ, ബട്ട് പാർട്ടി ഗ്യാരണ്ടി ആണോ? കൺഫേം സാർ. പക്ഷെ പാർട്ടിക്ക് സ്റ്റഫും സ്ഥലവും കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, ഗോഡൌൺ കാണിക്കേ, സൂക്ഷിക്കണം. ഓക്കെ ശരി സാർ, ഞാൻ ഏറ്റു. ഹേ ഭാവന, വൈ സോ ഹറി? അത് നൈറ്റ് പബ്സിന്റെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തതിനെ പറ്റി അച്ഛനുമായിട്ട് സംസാരിക്കണം. അതുമല്ല, ഇന്ന് അരവിന്ദ് ആദിത്യയുടെ ബർത്ത്ഡേ ആണ്. സോ അങ്കിതയെ സെമിട്രിയിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. ഇവിടെ ഡൈനാമിക്? അറിയില്ല സാർ, ഇന്ന് കാണാൻ പറ്റില്ല. നിങ്ങൾക്കും കാണാൻ പറ്റില്ലേ? ഓക്കെ. 9180-622-621. ഇത് വിക്രം. എന്ത് പറ്റി വിക്രം? എന്തിനാ ഇങ്ങനെ സ്റ്റാച്യു പോലെ നിൽക്കുന്നത്? സ്തംഭിച്ച പോലെ ആയിപ്പോയി സർ. കേസ് ഡിലേ ആയതാ കുഴപ്പം. അതുകൊണ്ട് ടക്ക് ടക്ക് എന്ന് അവസാനിപ്പിക്കണം. സാധാരണ ഒരു കെണി ഒരുക്കുന്നതിലും നല്ലത് ഒരു വാരിക്കുഴി ഒരുക്കി ക്ഷമയോടെ കാത്തിരിക്കുന്നത്. എങ്കിലേ ഭീമന്മാർ വന്ന് വീഴും. ചിലപ്പോൾ നിനക്ക് കുഞ്ഞു പക്ഷികളെ പിടിക്കാൻ കഴിഞ്ഞിരിക്കും, പക്ഷേ പാമ്പിനെ റാഞ്ചെന്ന കഴുകനെ പിടിക്കാൻ നിനക്ക് കഴിയില്ല വിക്രം. പാമ്പിനെ പിടിക്കാൻ പരുന്തിന് കഴിയുമെങ്കിൽ ആ പരുന്തിനെ പിടിക്കാൻ ഒരു വേട്ടക്കാരനുണ്ടാവും സർ. ഇത് പിടിച്ചോ. ഈ ബാഗിൽ പണത്തിനോടൊപ്പം ഒരു GPS ട്രാക്കർ ഉണ്ട്. ഓക്കെ സർ. ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവരുത്. ശരി സർ. ഞാൻ നിന്റെ പിന്നാലെ ഉണ്ട്. ഓക്കെ സർ. ചെല്ലേ. ഇന്നല്ലേ ജോണിയുടെ ഡീലറുമായുള്ള മീറ്റിംഗ്? വിക്രം സോൾവ് ചെയ്ത കേസിലെ കുറ്റവാളിയാണ് ജോണി. വാവ്! എങ്കിൽ എന്തുകൊണ്ട് ഈ 15 കോടി ഡീൽ വിക്രം ഒരുക്കി ഒരു ട്രാപ്പായിക്കൂടാ? എന്ന് വെച്ചാൽ ഈ ആനയെ വാരിക്കുഴിയിൽ വീഴ്ത്തി. പക്ഷെ ഈ കുഴിയിൽപ്പെട്ട ആനയെ ആര് പൊക്കിയെടുക്കും? ആര് പൊക്കിയെടുക്കും? ആര് പൊക്കിയെടുക്കും? ആര് 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 ആര്? അങ്കിതയെ സെമിട്രിയിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. ഭാവന, അങ്കിത.
ഞാനിപ്പോൾ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അവരെ 2 പേരെയും കിഡ്നാപ്പ് ചെയ്ത് ഞാൻ പറയുന്ന വേറെ വേറെ സ്ഥലങ്ങളിൽ ലോക്ക് ചെയ്തു പോയി. അടുത്തത് എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയിക്കും. നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ മയക്കുമരുന്ന് നൽകുന്നതിൽ ഉന്നതന്മാർക്കും പങ്കുണ്ട് എന്നതിന്റെ തെളിവാണ്. പറയൂ സർ. ഹായ് വിക്രം, എവിടെയാ നീ? കുറച്ച് മനഃശാന്തി കിട്ടാൻ വേണ്ടി അമ്പലത്തിൽ വന്നിരിക്കുകയാണ് സർ. വെരി ഗുഡ്. ഒരു അമ്പലത്തിലെത്തിയിട്ട് ദൈവത്തിനെ തൊഴാതെ പോയാൽ എങ്ങനെയാ? മുകളിലോട്ട് നോക്ക്. നിനക്ക് മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. വൗ! നിന്നെ പോലുള്ള ബ്രെയിനി ബ്രേവ് പോലീസ് ഓഫീസേഴ്സ് സിനിമയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരാളെ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം വിക്രം. കുഡോസ് ടു യു മാൻ. എന്താണ് സർ, എല്ലാരും വിശ്വസ്തത കാത്താണ് കളിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തിന്റെ മുഖം മൂടി അണിഞ്ഞാണ് കളിക്കുന്നത്. എല്ലാം പണത്തിന് വേണ്ടിയാണ് വിക്രം. വിക്രം, ഈ ലോകം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുന്നത് 2 പേരെ മാത്രമാണ്. ഒന്ന് ക്ഷേത്രത്തിലിരിക്കുന്ന ഭഗവാനെ, മറ്റൊന്ന് നിറയെ പണം കയ്യിലുള്ളവനെ. ഞാൻ ഈ മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നതിന് മുമ്പ് വെറും കാക്കിക്കുള്ളിലെ ഒരു ജീവിതം മാത്രമായിരുന്നു. അന്ന് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിനക്കറിയാമോ? പ്രതാപ, നിനക്ക് കിട്ടുന്ന ശമ്പളം മുഴുവനും എൻ്റെ മരുന്നിനും നിന്റെ അച്ഛൻ്റെ കടത്തിനും മാത്രമേ തികയുന്നുള്ളൂ. അല്ലായിരുന്നെങ്കിൽ നിനക്ക് പുതിയൊരു വണ്ടി വാങ്ങാമായിരുന്നു. അമ്മേ, ഒന്നും ആയിട്ടില്ലമ്മേ, ഇതിപ്പോ സ്റ്റാർട്ടാവും. എന്താ സാർ, ലിഫ്റ്റ് വേണോ സാർ? ഒന്നും വേണ്ട, പോയിക്കോ. പോയിന്റ് അടുത്ത് കൊണ്ടുവിടാം സാർ. ഏയ്, ഞാൻ പറഞ്ഞില്ലേ പോവാൻ. ആരാടാ അത്? ഞങ്ങളുടെ സ്റ്റേഷനിലെ സാറാ. അയാൾ കൈക്കൂലിന്ന് വാങ്ങിക്കത്തില്ലെന്ന്, അതുകൊണ്ടാ ഇങ്ങനെ. അമ്മ, അമ്മ, അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. എന്നെ സഹായിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ആംബുലൻസ് വിളിക്കാൻ പോലും 1 രൂപ കോയിൻ പോലും എൻ്റെ കയ്യിലില്ലാത്ത ഗതികെട്ട അവസ്ഥ. അറിയാമോ? അർജന്റായി ഹാർട്ട് ഓപ്പറേഷൻ നടത്തണം. അതിന് 2 ലക്ഷം രൂപ ചെലവ് വരും. ഉടനെ പോയി അടച്ചിട്ട് വാ. ഡോക്ടർ, ഇത്രയും പെട്ടെന്ന് അത്രയും പണമെന്ന് പറഞ്ഞാൽ? പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. വൈകിയ ജീവൻ തന്നെ നഷ്ടപ്പെടും. ശരി ഡോക്ടർ, ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാം. ഓക്കെ. എന്താ സാർ ലേറ്റ് ആയത്? എമൗണ്ട് ശരിയായില്ല സിസ്റ്റർ. ഇനി എമൗണ്ട് ശരിയാക്കിയിട്ട് കാര്യമില്ല. അമ്മയെ മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അകത്തേക്ക് പോകാൻ പറ്റില്ല. ഈ 1 രൂപയുടെ വില എന്താണെന്ന് അന്ന് ഞാൻ അറിഞ്ഞു. ഒരു മിനിറ്റ് വെയിറ്റ്. സാർ, ഇവര് നമ്മുടെ സ്റ്റേഷൻ പരിധി ലൈവ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നു. അവിടെ കുറച്ച് മയക്കുമരുന്ന് അടിക്കുന്ന ആൾക്കാരൊക്കെ വന്നു പോവും. അതിൻ്റെ മണം സാറിൻ്റെ മൂക്കിലടിക്കാതിരിക്കാനാ. സാർ, ഇത്രയേ ഉള്ളൂ. സാർ, ഇനിയുണ്ട്. അന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു, ആർക്കും 1 രൂപ പോലും വിട്ടുകൊടുക്കില്ല എന്ന്. ഇനി പറ, എന്റെ തീരുമാനം ശരിയോ അതോ തെറ്റോ? തെറ്റാണ് സർ. ഐ എം റിയലി സോറി ഫോർ യുവർ ലോസ്. ജയിലിൽ കിടക്കുന്ന ഓരോ ക്രിമിനലുകൾക്കും കാണും ഇതുപോലൊരു സെന്റിമെന്റൽ സ്റ്റോറി എന്ന് കരുതി നമുക്കവരെ കണ്ണീരൊഴുക്കി തലോടി വിട്ടയക്കാൻ പറ്റുമോ? തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം സർ. അതാണ് നിയമം. സ്റ്റോപ്പ് ഇറ്റ് വിക്രം. എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കണ്ട. ഞാനിപ്പോ
നിന്റെ ഫോണിൽ 2 വീഡിയോസ് അയക്കുന്നുണ്ട്, അത് കണ്ടു നോക്ക്. രണ്ടുപേരും ഓരോ ലൊക്കേഷനിലാണ്. എവിഡൻസ് നീ നേരിട്ട് കൊണ്ടുവന്ന് തന്നാൽ 2 പേരെയും നിനക്ക് സേവ് ചെയ്യാം. ആരെങ്കിലും ഒരാളെ നീ സേവ് ചെയ്യാൻ ശ്രമിച്ചാൽ മറ്റേയാൾ മരിക്കും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ, വിക്രം. സർ